Political Grand Finale. Co-presented by Berger Paints. 100 Years of Trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational Partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. നമസ്കാരം, സ്വാഗതം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ വിദ്വേഷം പ്രസംഗത്തിൽ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുമെന്നും കോൺഗ്രസ് വിമർശിച്ചു. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്തതെന്താണെന്ന പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യം ഏറ്റവും വലിയ തമാശ പിണറായി വിജയൻ. പ്രിയങ്കയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ എന്താണെന്നറിയാം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്താണുണ്ടായത്? 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി എങ്ങനെ BJPയിലേക്ക് പോയെന്നും ഈ വിഷയങ്ങളിലൊന്നും അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനവരോട് നന്ദി പറയുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി. ഏറ്റവും വലിയൊരു തമാശയാണ് ഈ പ്രിയങ്ക ഗാന്ധി വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ആ ചോദ്യം. അത് വളരെ നല്ലൊരു ചോദ്യമായി കേരളം കാണുകയാണ്. കാരണം അവരാരാണ്, അവരുടെ ഭർത്താവ് ആരാണ്, ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്, പിന്നെ 170 കോടി രൂപ എങ്ങനെ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ BJPയുടെ കയ്യിലേക്ക് പോയി, അതെല്ലാം കഴിഞ്ഞപ്പോൾ ഹരിയാന സർക്കാർ ഇതിൽ യാതൊരു നിയമവിരുദ്ധ നടപടിയും ഇല്ല, നേരത്തെ പറഞ്ഞ ഭയങ്കര വഞ്ചന, റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഭയങ്കര വഞ്ചന, അഴിമതിയൊക്കെ നടന്നിരിക്കുന്നതാണ്, പക്ഷേ ഒരു കുറ്റകരമായി ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അതെല്ലാം രാജ്യത്തിൻ്റെ മുന്നിലുള്ളതാണല്ലോ. അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്. അത്രയും എനിക്ക് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇഡിക്ക് പരാതി നൽകാൻ രാഹുൽ ഗാന്ധിയോട് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ. സുധാകരൻ. രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ പിണറായി വിജയനും MP ജയരാജനും എന്ത് യോഗ്യതയാണുള്ളത്? കടലിനെയും കടലാമയെയും ആരും താരതമ്യം ചെയ്യില്ല എന്നും കേരളത്തിൽ 20 സീറ്റും ഇത്തവണ UDF നേടുമെന്നും കെ. സുധാകരൻ ന്യൂസ് 18നോട്. അവർക്ക് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ എന്ത് അവകാശം? ഈ പിണറായി വിജയനും അതുപോലെ നരേന്ദ്രമോദിക്കും എന്ത് അവകാശമാണ്? ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ എന്ത് ഗുണമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്? ഈ വീട്ടിൽ കിടക്കുന്ന പിണറായി വിജയന് വേറെ ഒരു കാര്യമില്ലേ? അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ പൊതുഖജനാവ് ദൂർത്തടിച്ച് കള്ളപ്പണം കൊള്ളപ്പണമാക്കി മാറ്റി സ്വന്തം കുടുംബത്തെ പോറ്റി അതൊക്കെ കേസും കോടതിയുമായി നടക്കുമ്പോൾ നാണോ മാനോ ഉള്ള ഒരു മുഖ്യമന്ത്രി ഈ രാഹുൽ ഗാന്ധിക്ക്, അദ്ദേഹത്തിനെതിരെ എന്താ ചാർജ്? രാഹുൽ ഗാന്ധിക്ക് എന്താ മൈനസ് പോയിന്റ്സ്? എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്താ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഔന്നത്യം, അത് അദ്ദേഹത്തിന്റെ ആവശ്യപ്പെടുമോ? രാഹുൽ ഗാന്ധിയോട് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം. അല്ല, ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ അതൊക്കെ രാഹുൽ ഗാന്ധിന്റെ ഔന്നത്യമാണ്. രാഹുൽ ഗാന്ധി എവിടെ? പിണറായി വിജയൻ എവിടെ? നിങ്ങൾ കടലും കടലാടിയും പോലത്തെ ഒരു ഉപമയം കൊണ്ടാണ് നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് കണ്ണൂരിലെ ഇടതു സ്ഥാനാർത്ഥി MP ജയരാജൻ. മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ പറയുന്നതല്ല രാഹുൽ ഡൽഹിയിലെത്തുമ്പോൾ പറയുന്നത്. രാജ്യത്താകമാനം ന്യൂനപക്ഷ വേട്ട നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇടതു പാർട്ടികൾ മാത്രമാണെന്നും MP ജയരാജൻ ന്യൂസ് 18നോട്. രാഹുലും പ്രിയങ്കയും പിണറായി വിജയനെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് രാഹുലിൻ്റെ അളിയനും പ്രിയങ്കയുടെ ഭർത്താവുമാണ് ജയിലിൽ പോകേണ്ടത്. കാരണം കോടികളുടെ അഴിമതിയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഭാഗമായി വടേരിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് ഇതിനകം തെളിഞ്ഞതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ വന്ന് രാഹുൽ പറയുന്നതല്ല ഡൽഹിയിൽ പോയി പറയുന്നത്. അത് ഒരു ദേശീയ രാഷ്ട്രീയ നേതാവിന് യോജിക്കാത്തതാണ്. ഡൽഹിയിൽ മുഖ്യമന്ത്രി കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിനെതിരെ രാഹുൽ വർത്തമാനം പറയുമ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജയിലിലടക്കുമെന്ന് പറയുന്നത് നാടത് തമാശയായിട്ട് എടുക്കൂ.
അതൊരു കിങ്ങിണിക്കുട്ടൻ്റെ വർത്തമാനം പോലെ ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാഹുലിന് കിങ്ങിണിക്കുട്ടൻ്റെ രാഷ്ട്രീയ പ്രായമാണെന്ന് ജനങ്ങൾ വിലയിരുത്തിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. ക്ലിപ്പ് ആരോപണം ആവർത്തിച്ച് MP ഗോവിന്ദൻ. കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന ക്ലിപ്പുകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയ വിദഗ്ധന്മാർ ഷാഫി പറമ്പിലിനൊപ്പം വടകരയ്ക്ക് പോയി. ഇപ്പോൾ അശ്ലീലം പ്രചരിപ്പിക്കുകയാണെന്നും MP ഗോവിന്ദൻ. അശ്ലീലം എന്ന് പറഞ്ഞാൽ ചെറിയ അശ്ലീലമൊന്നുമല്ല. പിണറായി വിജയന്റെ തല, ശൈലജ ടീച്ചറെ തല, ബാക്കിയെല്ലാം വേറെയാണ്. വേറെയാന്ന് പറഞ്ഞാൽ ശൈലജ അശ്ലീലം. എന്നിട്ട് വീട്ടിലേക്കുള്ള കുടുംബ ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ ഗ്രൂപ്പുകളിലേക്ക് അയക്കുക. മോർഫ് ചെയ്ത ഇത്തരം പടങ്ങൾ ശൈലജ ടീച്ചറെ അപമാനിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മോർഫ് ചെയ്ത പടങ്ങളും മെസ്സേജുകളും ക്ലിപ്പുകളുമെല്ലാം ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടം UDFന്റെ സ്ഥാനാർത്ഥിക്കാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിനുവേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇവര് തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന ആരോപണം തള്ളി LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും വിജയരാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. സർക്കാർ വിരുദ്ധ വികാരമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ ഇത്രയും ഈ മണ്ഡലം മൊത്തം ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിലധികമായിട്ട്. അങ്ങനെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? അതുണ്ടല്ലോ. അതൊന്നും മോഡി സർക്കാരിനെതിരായിട്ട്, സംസ്ഥാന സർക്കാരിനെതിരായിട്ട് തെരഞ്ഞെടുപ്പല്ലോ. ചോദ്യം നന്നായി, പക്ഷേ സംഗതി മറിച്ച ആളുകളൊക്കെ മോദി സർക്കാരിനെതിരെ പൊതുവെ ഉള്ളതാണ്. സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിനെതിരെ LDFന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ അങ്ങനെ ഗവൺമെന്റിനെതിരെയാണ് ആളുകൾ. കേരളത്തിലെ ജനങ്ങളെ ഇവിടെ ചുരുക്കി കളയരുത്. ഇവര് നല്ല വിവരമുള്ളവരാ. ഞാൻ ഇവരെ ബഹുമാനിച്ചടക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെക്കാൾ വിവരമാണ് ഈ അവരല്ലേ ജീവിക്കുന്നത്. അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർ തീരുമാനമെടുക്കുക. തൃശൂരിൽ മത്സരം UDFും NDAയും തമ്മിലെന്ന് UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ ന്യൂസ് 18നോട്. ആദ്യഘട്ടത്തിൽ LDF ആയിരുന്നു എതിരാളിയെങ്കിൽ ഇപ്പോൾ അവർ പിന്മാറിയെന്ന് മുരളീധരൻ ആരോപിച്ചു. തൃശൂരിൽ LDF BJP ധാരണയെന്ന് ആവർത്തിച്ച മുരളീധരൻ വെടിക്കെട്ട് മുടക്കിയത് BJPക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്നും ആരോപിച്ചു. ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നായിരുന്നു തൃശൂർ ഭാഗ്യജില്ല അല്ലല്ലോ എന്ന ചോദ്യത്തോടുള്ള മുരളീധരന്റെ പ്രതികരണം. താങ്കളെ ട്രബിൾ ഷൂട്ടർ എന്നാണ് വിശേഷിപ്പിക്കാറ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ താങ്കൾ വട്ടിയൂർക്കാവിൽ നിന്ന് വടകര പോകുന്നു, അതിനുശേഷം നേമത്ത് മത്സരിക്കുമ്പോൾ നേമത്ത് പോകുന്നു, ഇപ്പോൾ തൃശ്ശൂർ വരുന്നു. പക്ഷെ തൃശ്ശൂർ പൊതുവെ താങ്കൾക്കൊരു ഭാഗ്യം കുറവാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തൃശ്ശൂർ അതിലും വടക്കാഞ്ചേരിയിലും അതിൽ മാറ്റം ഉണ്ടാവും. അത് ഒന്നിൽ പഴച്ചാൽ മൂന്നാണ്. തൃശ്ശൂരും വടക്കാഞ്ചേരിയാണ് 1-2. അതെ, 1-2. അപ്പൊ ഇത്തവണ 3 കറക്റ്റ്. തൃശ്ശൂർ അവസാന ചോദ്യം, തൃശ്ശൂർ മത്സരം ശരിക്കും ആരായിട്ടാണ്? അതായത് വരുമ്പോൾ മത്സരം LDFും UDFും തമ്മിലായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ LDF രംഗത്ത് നിന്ന് മാറി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരം UDFും BJP ആയിട്ട് വരും. പക്ഷെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് UDF LDF മത്സരമാണ്. കാരണം വർഗീയ കക്ഷികളെ തീരെ പുറകോട്ട് തള്ളണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ BJP 2ാം സ്ഥാനത്ത് വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ശ്രീ പിണറായി വിജയനാണ്. തൃശൂരിൽ LDF NDA ധാരണയെന്ന K. മുരളീധരന്റെ ആരോപണം തള്ളി LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. സ്വന്തം കാലിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. തൃശൂരിൽ LDFും NDAയും തമ്മിലാണ് മത്സരമെന്ന മുരളീധരന്റെ പരാമർശത്തിനും സുനിൽകുമാർ മറുപടി നൽകി. 2ാം സ്ഥാനത്തിന് വേണ്ടിയാകും ഇരുവരും തമ്മിൽ മത്സരമെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കുമ്പോഴുള്ള വെല്ലുവിളി ഇത്തവണ ഇല്ല എന്നും സുനിൽകുമാർ ന്യൂസ് 18നോട്. നമുക്കൊരു രാഷ്ട്രീയമായ വ്യക്തത വേണം. അത് നമ്മൾ പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഇത് രണ്ടുമില്ലാത്ത കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് പൊളിറ്റിക്കലി എന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ BJPയും LDF അലയൻസ് ആവുമെന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു അലയൻസ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലോ പ്രാദേശിക രാഷ്ട്രീയത്തിലോ നമുക്ക് എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ? നമ്മളിപ്പോൾ എന്തിനാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വന്തം കാലിലെ മണ്ണ് ചോർന്നു പോകുമ്പോൾ നിൽക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണത്. മനസ്സിലായിണ്ട? അപ്പോൾ അതുകൊണ്ട് അതിനത്ര ഗൗരവത്തിൽ ഞാൻ കാണുന്നില്ല. ഇത് സാധാരണ ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രൈമറി ധാരണയുള്ള ഒരാൾ പോലും അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം എന്തെങ്കിലും അതിനെന്താണ് അതിനൊരു ബേസ് എന്താണ്? എന്ത് ബേസിലാണ് പറയുന്നത്?
എന്തെങ്കിലും പറയണോ? മത്സരം BJP പറഞ്ഞു. അത് ആള് പറഞ്ഞോ? ആയിക്കോട്ടെ, അവർ തമ്മിൽ മത്സരിച്ചു, 2ാം സ്ഥാനത്തിന് മത്സരിച്ചോട്ടെ, കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. ഇന്ത്യ സഖ്യവും UDFും മികച്ച വിജയം നേടുമെന്ന് KC വേണുഗോപാൽ. ഇതുപോലെ സ്വീകരണം കഴിഞ്ഞ 2 ഇലക്ഷനേക്കാൾ കൂടിയ സ്വീകരണമാണ്, കൂടിയ വരവേൽപ്പാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർവേകളിലൊക്കെ ഒരു എഡ്ജും ഒരു ഹൈപ്പും ഉണ്ട് കോൺഗ്രസ്. തീർച്ചയായിട്ടും സർവേകളല്ല, നമ്മൾ സർവേയിലല്ല വിശ്വസിക്കുന്നത്, ജനങ്ങളുടെ മനസ്സിലാണ് വിശ്വസിക്കുന്നത്. അത് നമ്മളോടൊപ്പമാണ്. ദേശീയ സാഹചര്യം എങ്ങനെയാണ്? ദേശീയ സാഹചര്യത്തിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? ദേശീയ സാഹചര്യം പൂർണ്ണമായിട്ടും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ്. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കും. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പൂർണ്ണമായിട്ടും കോൺഫിഡൻസ്, ആത്മവിശ്വാസമുണ്ട്. ഇപ്പോ ആലപ്പുഴയെ നോക്കുമ്പോൾ ഈസി വാക്ക് ഓവർ ആണോ KCക്ക്? ഒരു ഇലക്ഷനും ഞാൻ ഈസി വാക്ക് ഓവർ എടുക്കാറില്ല. ഇല്ല, എല്ലാവരെയും പരിഗണിച്ച ജനങ്ങളെ കൃത്യമായി വിലയിരുത്തി തന്നെയാണ്. ആലപ്പുഴയിൽ ത്രികോണ മത്സരമില്ലെന്ന് AM ആരിഫ്. മത്സരം LDFും UDFും തമ്മിലെന്നും AM ആരിഫ്. അവസാനഘട്ട മൊമെന്റിലേക്ക് കടക്കുവാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 101% ഉറപ്പാണ് LDF ഇവിടെ വിജയിക്കും. ഇത്തവണ ആളി കത്തും. തീർച്ചയായും ആളി കത്തും. നിങ്ങളുടെ ഒരു കൂട്ടം തന്നെ അങ്ങ് പാർലമെന്റിലേക്ക് പോകുന്നതാണോ? കഴിഞ്ഞ 5 വർഷക്കാലം സാധാരണ എനിക്ക് ഇച്ചിരി സിനിമ, നാടകം, കലാപരിപാടികളൊക്കെ ഒരു വീക്ക്നെസ് ആണ്, കാണാൻ പോകും. 5 വർഷം ഡൽഹിയിൽ എങ്ങും പോയിട്ടില്ല. ഈ അടുത്ത ഇതിൽ കഴിയുമ്പോഴത്തേക്ക് വല്ലപ്പോഴും കൂടെയെങ്കിലും ഒന്ന് പാർലമെന്റിൽ വേറെ കുറച്ച് ഒരു കൂട്ടമുള്ളത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ആ പ്രതീക്ഷയിലാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഇരട്ടിയുടെ ഇരട്ടിയെങ്കിലും മിനിമം വരും. ഇലക്ഷൻ എപ്പോഴും ടഫാണ്, നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഓരോ ഇലക്ഷനും അതിൻ്റെതായ ടഫൊക്കെ ഉണ്ട്. അത് നമ്മൾ ഒന്നിനെയും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല, സീരിയസ് ആയിട്ട് തന്നെ കാണാം. ശോഭാ സുരേന്ദ്രൻ കൂടെ വന്നോടെ ത്രികോണ മത്സരം എന്ന് പലരും പറയുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു ത്രികോണ മത്സരം? എനിക്ക് അങ്ങനെ ഒരു ത്രികോണ മത്സരം ഫീൽ ചെയ്യുന്നില്ല. LDF UDF മത്സരം തന്നെയാണ്. അതാണ് പറയുന്നത്. അതായത് അവസാന മൊമെന്റിലേക്ക് കടക്കുമ്പോൾ ആ കരല് അതൊരു തീയായ ആള് കത്തും എന്ന് തന്നെയാണ് പറയുന്നത്. തങ്ങൾ ഒരു കൂട്ടമായി തന്നെ പാർലമെന്റിലേക്ക് പോകുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി കനലൊരു തരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട AM ആരിഫ്, സിറ്റിംഗ് MP AM ആരിഫ് പറയുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. 42 കോടിയിലധികം വരുന്ന വികസന പദ്ധതികളുടെ രൂപരേഖയുമായാണ് ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. SNDP എന്നല്ല, എല്ലാ സാമുദായിക സംഘടനകളുടെയും പിന്തുണ തനിക്കുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പൊ ഇവിടുത്തെ മുഴുവൻ അമ്മമാരുടെയും കുട്ടികളുടെയും എല്ലാം ഒരു പ്രതിനിധിയായിട്ട് എല്ലാ സാമുദായിക സംഘടനകളുടെയും, ഈവൻ ഇപ്പോൾ ബിഷപ്പുമാരായിട്ട് ആണെങ്കിലും കർദിനാൾ അദ്ദേഹമാണെങ്കിലും ഒക്കെ ഞാൻ എല്ലാവരെയും വളരെ വ്യക്തമായി തന്നെ കാണുകയും വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനാകെ തീരദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാകമാനമായിട്ട് 48,000 കോടി രൂപയുടെ ഒരു വികസന 44,850 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികളുമായിട്ടാണ് ഞാൻ എൻ്റെ വികസന രേഖ അവതരിപ്പിക്കുന്നത്. ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിൽ ശോഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും എൻ്റെ പ്രസ്ഥാനത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഞങ്ങൾ കരുക്കൾ നീക്കുന്നത്. അത് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് അതെൻ്റെ ജീവിതമാണ്, പ്രസ്ഥാനത്തിൻ്റെ ജീവിതമാണ്. മോദിജി ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജോലിക്കാരിയെ പോലെ, ഒരു സേവകയെ പോലെ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. തിരിച്ചെത്താം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. മറ്റു നിലയ്ക്ക് പറഞ്ഞു നടക്കുന്ന മണ്ഡലം ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്തത്ര ശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് ഉണ്ടാകുമോ ഇല്ലയോ? അലിവയും മത്തിക്കറിയും പോലെയാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും INDA സഖ്യമെന്ന് പറയുന്നത്. പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ വാതുറക്കാത്തതുകൊണ്ടാണ് പിണറായി വിജയനെ ജയിലിടാത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പേ ഹൈമാസ് ലൈറ്റ് തലയിൽ ചുമന്നുകൊണ്ടാണ് ശശി തരൂർ ഇപ്പോൾ തെക്കുവടക്ക് ഓടുന്നത്. ഗണപതി വട്ടവന്നാക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശം? വട്ടത്തോട് പ്രത്യേക താല്പര്യമുള്ള
സംസ്ഥാന പ്രസിഡന്റിന്റെ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. പുൽവാമയിൽ പാവപ്പെട്ട പട്ടാളക്കാരെ കൊലക്കി കൊടുത്തത് ആരാണ്? താങ്കളുടെ മുഖ്യമന്ത്രി സ്ഥാനവും ഞങ്ങൾ കൂട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടുപേരും BJPയെ വളരെയധികം ഭയക്കുന്നു. 1 ലിറ്ററിന്റെ കുപ്പി ഇതാ ഇരിപ്പുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ 1 ലിറ്റർ അടിച്ചു തരാമെന്ന് അത്യാവശ്യം കാര്യം പറയാം. നിങ്ങൾ Goda, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. തിരികെ വാർത്തയിലേക്ക്. BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മ വയനാട് മണ്ഡലത്തിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. വണ്ടൂരിലെ റോഡ് ഷോയുടെ ദൃശ്യങ്ങളിലേക്ക്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. അനുമോദ, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ദേശീയ നേതാക്കൾ അടക്കം പ്രത്യേകിച്ചും വയനാട്ടിലേക്ക് എത്തുകയാണ്. വയനാട് നമുക്കറിയാം, ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന പ്രത്യേകത കൂടിയുള്ള വയനാട്ടിലേക്ക് BJPയുടെ ദേശീയ നേതാക്കൾ എത്തുമ്പോൾ എത്രമാത്രം ആവേശത്തിലാണ് അണികൾ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ? ഭവ്യ, വയനാട്ടിൽ ഇതുവരെ കാണാത്തത്ര ആവേശോജ്വലമായ പ്രകടനമാണ് BJP നടത്തുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ BJPയുടെ മുതിർന്ന നേതാക്കൾ, ദേശീയ നേതാക്കളെല്ലാം ഇതിനോടകം വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തേതാണ് ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ റോഡ് ഷോ. നമുക്കറിയാം, ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിന്റെതിരെ നിശ്ചിത വിമർശനം ഉന്നയിക്കുന്ന വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ നിശ്ചിതമായ ഭാഷയിൽ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ BJP നേതാവും അസം മുഖ്യമന്ത്രി ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മയും വയനാട് മണ്ഡലത്തിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. വണ്ടൂരിലെ റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതിലേക്ക് എത്താൻ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ. അധികാരം ലഭിച്ചതിന് ശേഷം മാത്രമാണ് ആരാകും പ്രധാനമന്ത്രിയെന്ന് തീരുമാനിക്കുക. വയനാട്ടിൽ ആനി രാജ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. വിജയിക്കാനാണ് CPI സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പിണറായിയെയും ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നത് രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണെന്നും D. രാജ. India Alliance has not discussed, has not decided any individual as Prime Ministerial candidate, number one. Number two, I have my own experience since days of United Front, UPA 1, UPA 2, how Prime Minister candidate is selected, how common minimum program is worked out. I know. So once elections are over, once the present regime is defeated, once the secular democratic forces are in a position to form an alternative government, at that point of time, all secular democratic forces and the parties of India bloc will sit and decide who should be the Prime Minister collectively. And once അസം മുഖ്യമന്ത്രി ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടൂരിലെ റോഡ് ഷോയിലാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. CV അനുമോദ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. CV അനുമോദ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. വലിയൊരു ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ അസം മുഖ്യമന്ത്രി അടക്കം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി NDA സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിലെത്തുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭവ്യാൻ, BJP വയനാട് മണ്ഡലത്തിൽ മുൻപൊന്നും ചെയ്യാത്തത്ര ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. K. സുരേന്ദ്രനാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് തന്നെ BJPയുടെ ദേശീയ നേതാക്കളൊക്കെ ഒരുപാട് പ്രമുഖരായവർ
ഇതിനോടകം തന്നെ വയനാട് എത്തിക്കഴിഞ്ഞു. JP നദ്ദ, അതുപോലെ തന്നെ സ്മൃതി ഇറാനി, BK സിംഗ് തുടങ്ങി ഇപ്പോഴേറ്റവും അവസാനമായിട്ട് അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിലായിരുന്നു 2015 വരെ. അതിനുശേഷം അദ്ദേഹം BJPയിലേക്ക് മാറി. രാഹുൽ ഗാന്ധിക്കെതിരെ നിശ്ചിത വിമർശനം ഉന്നയിക്കുന്ന, രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ആ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്നു എന്ന് പറയുമ്പോൾ BJP അവർക്ക് അവരുടെ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും ഈ ഒരു പ്രചരണത്തിൽ ഉപയോഗിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. എന്നാണെങ്കിലും റോഡ് ഷോ അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം ദൂരം റോഡ് ഷോ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിന്റെ കൂടെ 100 കണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനം, ഈ റോഡ് ഷോയ്ക്ക് അവസാനം അദ്ദേഹം എന്തായിരിക്കും ഈ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുക, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അദ്ദേഹം പറയുക എന്നുള്ളതാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാൻ കഴിയും. അതിലുപരിയായിട്ട് ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന, ദേശീയ തലത്തിൽ BJPയുടെ പ്രചരണത്തിൽ ഉള്ള എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയുമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ദേശീയ നേതാക്കളുടെ വാക്കുകൾ കേരളത്തിൽ വന്ന് അവർ നടത്തുന്ന പ്രചാരണത്തിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാറുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ BJPയുടെ വയനാട് മണ്ഡലത്തിലെ പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ അസം മുഖ്യമന്ത്രി ഇവിടെ എത്തി റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ അത് ഏറെ പ്രാധാന്യമുള്ളതാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിലേക്ക് തന്നെ അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്യും എന്നാണ് കരുതുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ വലിയ തരത്തിൽ വാക്കുകൾ കൊണ്ട് കടന്നാക്രമിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇപ്പോൾ സുരേന്ദ്രനായി NDA സ്ഥാനാർത്ഥി സുരേന്ദ്രനായി വയനാട്ടിൽ പ്രചാരണം നടത്തുന്നത്. റോഡ് ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി എന്താകും അദ്ദേഹം പറയുക എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സിവേന മോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സുരേന്ദ്രനെതിരെ കോൺഗ്രസ്. സുരേന്ദ്രൻ വിഭാഗീയ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്ന് T. സിദ്ദിഖ്. വന്യജീവി ആക്രമണത്തിൽ ഉൾപ്പെടെ ഒന്നിച്ചു നിന്ന ജനതയാണ് വയനാട്ടിലേത്. 4 വോട്ട് കിട്ടാനാണ് സുരേന്ദ്രന്റെ വിഭാഗീയ പരാമർശമെന്നും T. സിദ്ദിഖ്. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉൾപ്പെടുത്തി സ്ഥാപിച്ച ബോർഡ് BJP നീക്കി. തങ്ങളുടെ അറിവോടെയല്ല ബോർഡ് സ്ഥാപിച്ചതെന്ന് ഇന്നസെന്റിന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവാദ ബോർഡ് നീക്കം ചെയ്തത്. അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. ഇടവേള. മറ്റു നിലയ്ക്ക് പറഞ്ഞു അജണ്ടയാണ്. തിരികെ വാർത്തയിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട BJP സ്ഥാനാർത്ഥി. ഗുജറാത്തിലെ സൂറത്തിൽ മുകേഷ് ദലാലാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക ഒപ്പിട്ട 3 പേരും അത് തങ്ങളുടെ ഒപ്പല്ലെന്ന് സത്യവാങ്മൂലം നൽകി. ഇതാണ് പത്രിക തള്ളാൻ കാരണം. BSP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇന്ന് പത്രിക പിൻവലിച്ചതോടെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ നടൻ പ്രകാശ് രാജ്. തന്റെ നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ MP എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ഒന്നും ചെയ്തില്ല. സമ്പത്ത് മറച്ചുവെച്ച് രാജീവ് ചന്ദ്രശേഖർ ആളുകളെ പറ്റിക്കുന്നു. ശശി തരൂർ രാജ്യത്തിന്റെ അഭിമാനമാണ്. താൻ ഇടതുപക്ഷത്തിനെതിരല്ല. തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർത്തരുതായിരുന്നുവെന്നും പ്രകാശ് രാജ്. BJPയെ നേരിടാൻ കോൺഗ്രസിനേക്കാൾ മികച്ചത് ഇടതുപക്ഷമാണെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ തമാശയായിട്ടേ കാണാൻ കഴിയൂവെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കരയിൽ കപട യുവത്വം പറഞ്ഞാണ് LDF വോട്ട് പിടിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിക്ക് 41 വയസ്സുണ്ട്. പാർലമെന്ററി രംഗത്തെ വലിയ അനുഭവ സമ്പത്ത് കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ന്യൂസ് 18നോട്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന MP-മാരിലൊരാൾ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയിൽ UDF സ്ഥാനാർത്ഥി. 10ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. 9 തെരഞ്ഞെടുപ്പിന്റെ എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു? അല്ല, 10ാമത്തെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1989 മത്സരരംഗത്ത് വന്നത്. അന്ന് എനിക്ക് 27 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. അന്നും ഇന്നും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിൽ UDF ഭരണം എന്ന് പറയുന്നത്?
കേന്ദ്രത്തിലെ ഇന്നത്തെ ഭരണം നമ്മുടെ രാജ്യ താല്പര്യത്തിനെതിരാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുകയാണ്. കോൺഗ്രസിന് മാത്രമേ നമ്മുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ചും നമ്മുടെ മതേതരത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ അടിക്കല്ലായ മതേതരം, ആ മതേതരത്തിൽ ഊന്നിയ ഒരു ഭരണം ഈ രാജ്യത്ത് കൊണ്ടുപോകാൻ ജനാധിപത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. വീണ്ടും ഒരു BJP ഭരണം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ? നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ഭരണ സംവിധാനം നടക്കുമോ? അത് ഞങ്ങളൊക്കെ തന്നെ പാർലമെൻറ്റിൽ 146 MPമാർ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യാൻ, പ്രതിപക്ഷം ഇല്ലാതെ 146 MPമാരെ നിസ്സാര കാരണങ്ങൾക്ക് സസ്പെൻഡ് ചെയ്ത് പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കിയാണ്. പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം ഉന്നയിക്കുന്നത് BJP നേരിടാൻ ഏറ്റവും കരുത്തോടെ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ അടക്കം കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. അത് വെറും തമാശയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. വെറും 16 സീറ്റിൽ മത്സരിക്കുന്ന CPM വെറും 12 സീറ്റിൽ മത്സരിക്കുന്ന CPI വിചാരിച്ചാൽ എങ്ങനെയാണ് BJPയെയും അവരുടെ സഖ്യകക്ഷികളെ നേരിടാൻ കഴിയുക? ഇത് വെറും തമാശയാണ്. ഈ അനുഭവ സമ്പത്ത് എന്നുള്ളതാണോ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയുധമായി മുന്നോട്ട് വെക്കുന്നത്? കാരണം ഇവിടെ കപട യുവത്വം പറഞ്ഞാണ് LDF വോട്ട് വയ്ക്കുന്നത്. കാരണം ഇവിടുത്തെ LDF സ്ഥാനം 41 വയസ്സാണ് അദ്ദേഹം കൊടുത്തേക്കുന്ന നാമനിർദ്ദേശ പത്രികയിലുള്ളത്. നമ്മുടെ യുവത്വം എന്ന് പറഞ്ഞാൽ 27-35 വയസ്സാണ്. അത് കഴിഞ്ഞാൽ മധ്യവയസ്കരാണ്. പക്ഷേ ഇവിടെ പ്രചരിപ്പിക്കുന്ന എല്ലാ യുവത്വം അതൊരു കപട യുവത്വം പറഞ്ഞ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഭവ സമ്പത്ത്, പരിചയ സമ്പത്ത്, പാർലമെന്റ് രംഗത്തുള്ള സംഭാവനകൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും അവസരം കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് വികസന രംഗത്ത് ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തന്റെ അനുഭവ സമ്പത്ത് ഈ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുള്ള വിജയം ഉറപ്പാക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രമുള്ളപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സറിയാം. ഈ റിപ്പോർട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാകും. നമസ്കാരം. ഈ വരുന്ന ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ, ഫെഡറലിസവും ഭരണഘടനയും തമ്മിലുള്ള പോരാട്ടമാണ്. കേരളത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തെ ജനങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തുന്നു തന്നെയാണ് കരുതപ്പെടുന്നത്. വോട്ടിംഗ് ഇടതുപക്ഷം ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് വിശ്വാസം. വോട്ടിംഗ് അടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് 10 വർഷം രാജ്യത്ത് നരേന്ദ്രമോദി ഭരണമുള്ള സമയത്ത് നമുക്ക് തന്ന വാഗ്ദാനങ്ങളുണ്ട്. അത് തൊഴിലായിക്കോട്ടെ, എന്നിപ്പോൾ ഞാൻ യുവാവാണ്, എനിക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് തൊഴിൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പെട്രോൾ ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും നമുക്ക് ഇന്ന് ദുരന്തങ്ങളാണ്. അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഇടത് ചായ്വാണ് പ്രതീക്ഷിക്കുന്നത്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത് ചായ്വാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് രാജ്യത്തുള്ള വർഗീയത ആയിക്കഴിഞ്ഞാൽ ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് പോലും സാധിക്കുന്നില്ല. കർഷകര വിഷയങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും ഒരു ഇടത് രാഷ്ട്രീയമാണ് രാജ്യത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മണ്ഡലം കണ്ണൂരാണ്. കണ്ണൂരായാലും കേരളത്തിലായാലും ഇടതുപക്ഷം തന്നെ വിജയിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇത്രയും വിദ്യുത